നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. എം സ്വരാജ്, ഇദ്ദേഹത്തെ തോറ്റ MLA എന്നൊക്കെയാണ് പരിഹാസപൂർവ്വം വിളിക്കുന്നത്. പക്ഷേ നമ്മളങ്ങനെ വിളിക്കാറില്ല. രാഷ്ട്രീയ നേതാവാണ്. SFIയിലൂടെ വളർന്നു വന്ന DYFIയുടെ നേതാവായി CPMൻ്റെ പ്രമുഖനായ യുവ നേതാവായി മാറിയ വ്യക്തിയാണ് എം സ്വരാജ്. ഇദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കഴിഞ്ഞ ചില ദിവസങ്ങളിലൊക്കെ ചില പോസ്റ്റുകളും സമൂഹമാധ്യമ എഴുത്തുകളുമൊക്കെ കണ്ടു. അതായത് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തി, CPMന് വേണ്ടി, ഇടതുപക്ഷത്തിന് വേണ്ടി വാർത്താസമ്മേളനം നടത്തി. വളരെ കാര്യമായി തന്നെ ആ വാർത്താസമ്മേളനത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. പിണറായി സർക്കാരിൻ്റെ നേട്ടങ്ങളും ഒക്കെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിക്കൊണ്ടൊക്കെയാണ് എം സ്വരാജ് വാർത്താസമ്മേളനം നടത്തിയത്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ എം സ്വരാജ് ഇത്തവണ മത്സരിക്കുന്നില്ല. മത്സരിച്ചെങ്കിലും തോൽക്കുമായിരുന്നു എന്നുള്ള ചില വാർത്തകളും ഇതിനു മുൻപ് കണ്ടിരുന്നു. പ്രശസ്ത സംഗീത സംവിധായകനായ ജോൺസൺ, അദ്ദേഹം നല്ല മെലഡികൾ, ആയിരക്കണക്കിന് പാട്ടുകൾ ഒരുക്കിയ വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം പാട്ടുപാടുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹം പാടിത്തുടങ്ങിയാൽ പശു പോലും കയറ് പൊട്ടിച്ചോടും എന്നാണ് അദ്ദേഹം തന്നെ പറയാറ്. അതുപോലെയാണ് എം സ്വരാജ് വാർത്താസമ്മേളനം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ CPMന് കുറച്ച് വോട്ടുകൾ കിട്ടുമായിരിക്കും. പക്ഷേ എം സ്വരാജ് മത്സരിച്ച് കഴിഞ്ഞാൽ സിറ്റിംഗ് സീറ്റാണെങ്കിൽ പോലും തോറ്റ് തുന്നം പാടും എന്നത് മറ്റൊരു കാര്യം. എം സ്വരാജിനെ നമ്മൾ മോശക്കാരനാക്കുകയല്ല. പക്ഷേ ഇദ്ദേഹം ഉടൻ തന്നെ CPMൻ്റെ പാർട്ടി സെക്രട്ടറിയാകും, അതുവഴി മുഖ്യമന്ത്രിയാകും എന്നുള്ള ചില അഭിപ്രായങ്ങളും വരുന്നുണ്ട്. എം സ്വരാജ് മുഖ്യമന്ത്രിയായാലത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ശബരിമലയിൽ ഭഗവാൻ അയ്യപ്പൻ വിവാഹം കഴിച്ചു മാളികപ്പുറത്തമ്മേ എന്നുള്ള വലിയ കാര്യം കണ്ടുപിടിച്ച വ്യക്തിയാണ് എം സ്വരാജ്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറിക്കഴിഞ്ഞാൽ ഇവിടെ കല്യാണം കഴിക്കാത്തവരെയൊക്കെ പിടിച്ച് കല്യാണം കഴിപ്പിക്കാനും ഇല്ലാത്ത കഥകൾ ഇങ്ങനെ പടച്ചുവിടാനുമൊക്കെ ആളായി. പക്ഷേ സ്വതസിദ്ധമായ ചിരിയോടുകൂടി എം സ്വരാജ് വാർത്താസമ്മേളനം നടത്തുമ്പോൾ LDFന് അതൊരു ഊർജ്ജമാകുന്നുണ്ട് എന്നത് സത്യം തന്നെ. എം സ്വരാജ് മത്സരിച്ച് ജയിച്ചാലും തോറ്റാലുമൊക്കെ പാർട്ടിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നതും വലിയ ഒരു കാര്യമാണ്. അപ്പോൾ എം സ്വരാജ് നീണാൽ വാഴട്ടെ, അടുത്ത പാർട്ടി സെക്രട്ടറിയാണ്, അടുത്ത മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്നവരും ഒക്കെ തന്നെ ഇപ്പോൾ സന്തോഷിക്കുന്നു. LDFന് വേണ്ടി, CPMന് വേണ്ടി ഇലക്ഷൻ വർക്കുകളിൽ വാർത്താസമ്മേളനം നടത്തി വലിയ താരമായി മാറുകയാണ് എം സ്വരാജ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന് നന്നായി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു. ഭാവി പാർട്ടി സെക്രട്ടറി, ഭാവി മുഖ്യമന്ത്രി എം സ്വരാജിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. വാർത്താസമ്മേളനത്തിൽ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളും അല്പം സാഹിത്യവും അല്പം ധാർമ്മികതയും സൈദ്ധാന്തികതയും ഒക്കെ കലർത്തി സംസാരിക്കുമ്പോൾ അത് ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നത് ഒരു സത്യമാണ്. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ പാർട്ടിയും മുന്നണിയും ജയിക്കൂ. എം സ്വരാജ് വിചാരിക്കുന്നത് പോലെ എം സ്വരാജ് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് എല്ലാവരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം.